ഹലോ മൊബൈൽസ്.com-ൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് എല്ലാ ചൈന സെറ്റിൻ്റെയും മൈക്ക് എത്ര ഈസിയായി അല്ലെങ്കിൽ മൈക്ക് എങ്ങനെ ഈസിയായി മാറ്റാം എന്നുള്ളതിനെ കുറിച്ചാണ്. ആദ്യമായി ചെയ്യേണ്ടത് നമ്മൾ സെറ്റിനെ നമ്മൾ ഫുൾ ഡിസസംബിൾ ചെയ്യുക. അതായത് നമ്മൾ സെറ്റിൻ്റെ എല്ലാ സ്ക്രൂവും നമ്മൾ അഴിച്ചു മാറ്റുക. ഓക്കെ, നമ്മൾ ബോഡി ഓപ്പൺ ചെയ്തു. ഇനി നമ്മൾ ഫ്രെയിമിൽ നിന്നും നമ്മൾ മദർ ബോർഡ് സെപ്പറേറ്റ് ആക്കി എടുക്കുന്നു. ഇത് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. ഷാർപ്പായിട്ടുള്ള ടൂളൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. പെട്ടെന്ന് നമുക്ക് ആ പ്ലാസ്റ്റിക് ലോക്ക് ചെറുങ്ങനെ ഇളക്കി കൊടുത്താൽ ഈസി ആയിട്ട് കിട്ടുന്നതാണ്. മേലത്തെ പ്ലാസ്റ്റിക് ബോഡി നമ്മളെ ഫ്രെയിമിൽ നിന്ന് ബോർഡ് സെപ്പറേറ്റ് ചെയ്തെടുത്തു. ഓക്കെ, ഇനി നമുക്ക് മൈക്ക് സെക്ഷനിലേക്ക് പോവാം. മൈക്ക് സെക്ഷൻ. ഓക്കെ, ഈ മൈക്ക് ഡാമേജായ മൈക്കാണ്. ഇതാണ് നമ്മൾ മാറ്റാൻ പോകുന്നത്. നമുക്ക് ഇപ്പോൾ നിലവിലുള്ള പഴയ മൈക്ക് ഈ ബോർഡിൽ നിന്നും ഊരി മാറ്റാം. ഓക്കെ, നമ്മൾ മൈക്ക് റീപ്ലേസ് ചെയ്തു. ഇനി നമ്മൾ ഇതിലേക്ക് പുതിയൊരു മൈക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനു മുമ്പ് നമുക്ക് മൈക്കിന് പൊതുവേ പ്ലസും മൈനസും പോയിൻ്റാണുള്ളത്. അപ്പോൾ ഈ പ്ലസും മൈനസും പോയിൻറ്റും ഇവിടുന്ന് ഷോർട്ട് ഉണ്ടോ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. അതായത് പ്ലസും മൈനസും കൂട്ടി തട്ടുന്നുണ്ടോ എന്ന് ജസ്റ്റ് മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ ചെക്ക് ചെയ്തു. നെഗറ്റീവും പോസിറ്റീവും മൈക്കിൻ്റെ നെഗറ്റീവും പോസിറ്റീവും തമ്മിൽ കൂട്ടിമുട്ടുന്നില്ല. അപ്പം നമ്മൾ പുതിയൊരു മൈക്ക് എടുത്ത് ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നു. പുതിയൊരു മൈക്ക് എടുത്ത് നമ്മൾ ഫിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് ഫിക്സ് ചെയ്യാൻ പോകുന്ന മൈക്ക് വർക്കിംഗ് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. വർക്കിംഗ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഒരു മൾട്ടിമീറ്റർ X1-ൽ സെറ്റ് ചെയ്യുക. ഒരു ടെക്നീഷ്യന് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്നതാണ്. പിന്നെ എനിക്ക് പ്രത്യേകം പറയാനുള്ള കാര്യം, ഇത് നോർമലായിട്ടുള്ള ഒരു നോൺ ടെക്നീഷ്യൻ, അതായത് ടെക്നീഷ്യൻ അല്ലാത്ത ആൾക്കാർ ഈ ഒരു വീഡിയോ കണ്ട് ഒരിക്കലും ഇമിറ്റേറ്റ് ചെയ്യാൻ പാടില്ല. മൈക്ക് സെക്ഷനോ അല്ലെങ്കിൽ ബോർഡ് കംപ്ലൈൻറ്റ് ആയിക്കഴിഞ്ഞാൽ ഞാനതിന് തീരെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നതല്ല. അപ്പോൾ നമുക്കിത് മൾട്ടിമീറ്റർ, എൻ്റേത് അനലോഗ് മൾട്ടിമീറ്ററാണ്. മൾട്ടിമീറ്റർ ഞാൻ X1-ൽ ഇട്ടു. മൾട്ടിമീറ്ററിൻ്റെ പോസിറ്റീവ് നോബ് നമ്മൾ മൈക്കിൻ്റെ പോസിറ്റീവ് കൊടുത്തു. മൾട്ടിമീറ്ററിൻ്റെ നെഗറ്റീവ് നോബ് ഇപ്പോൾ നമുക്ക് കാണാം. നെഗറ്റീവ് നോബ് നമ്മൾ മൈക്കിന് നെഗറ്റീവിന് കൊടുത്തു കഴിഞ്ഞാൽ അനലോഗ് മീറ്ററിൻ്റെ നീഡിൽ അനങ്ങുന്നത് കാണാം. നീഡിൽ അനങ്ങുന്നുണ്ടെങ്കിൽ അത് മൈക്ക് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന മൈക്ക് വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് അർത്ഥം. അഥവാ ഈ നീഡിൽ മൂവിങ് അല്ലെങ്കിൽ നമ്മളെ മൈക്ക് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ വർക്കിങ്ങിലൊരു മൈക്ക് കിട്ടി. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് മൈക്കിൽ കുറച്ച് ലെഡ്, മൈക്കിൻ്റെ വയറിൽ, അതായത് സോൾഡർ ചെയ്യാൻ പോകുന്ന പോയിന്റിൽ കുറച്ച് ലെഡ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ലെഡ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ഫ്ലക്സ് ഇടുക. ഫ്ലക്സ് ഇട്ടതിന് ശേഷം കുറച്ച് അതിന് ലെഡ് അപ്ലൈ ചെയ്ത് ബോർഡിലുള്ള മൈക്കിൻ്റെ പോസിറ്റീവ് പോയിൻ്റ് കൊടുക്കുന്നു. ബോർഡിലുള്ള നെഗറ്റീവ് പോയിൻറ്റിൽ മൈക്കിൻ്റെ നെഗറ്റീവ് പോയിൻ്റ് കൊടുക്കുന്നു. ഓക്കെ, നമുക്കത് ഇനി ചെയ്തു നോക്കാം. ഓക്കെ, നമ്മൾ മൈക്ക് സക്സസ് ആയിട്ട് പോസിറ്റീവിലും നെഗറ്റീവിലും ഫിറ്റ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് ഫ്രെയിമിലേക്ക് തിരിച്ച് ഫിറ്റ് ചെയ്യുക. നമ്മൾ മൈക്ക് ബോഡി ഫ്രെയിമിൽ മൈക്കിൻ്റെ ആ പൊസിഷനിലേക്ക് ഫിറ്റ് ചെയ്യാൻ പോകുന്നു. അതിന് മുമ്പ് മൈക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ ഉള്ളിലേക്ക് വോയിസ് പോകേണ്ട ഒരു മൈക്കിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ടൊരു ഹോൾസ് ഉണ്ടാകും. ആ ഹോൾസ് പൊടി, ഡസ്റ്റ് കാര്യങ്ങൾ വെച്ച് അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മൈക്കിൻ്റെ വോയിസ് കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഹോൾസ് നമ്മൾ എന്തെങ്കിലും ഒരു പിന്നോ കാര്യങ്ങളോ ഇട്ട് ക്ലീൻ ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ഫ്രെയിമിലേക്ക് ബോർഡ് ഫിറ്റ് ചെയ്യുന്നു. ഓക്കെ, നമ്മളിത് ഫുള്ള് സ്ക്രൂ ഇട്ടു. ഓക്കെ, നമ്മൾ സിമ്മ് കാര്യങ്ങളെല്ലാം ഇട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മളിപ്പോൾ ഇട്ട മൈക്ക് വർക്കിംഗ് ആണ്. ഇനി കസ്റ്റമർക്ക് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ സിമ്മും കാര്യങ്ങളിലും ഇട്ട് ചെക്ക് ചെയ്ത് നോക്കുക. സക്സസ് ആയി. ഇതാണ് ഒരു ചൈന സെറ്റ് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക്